and when did you know that she's the one? We were friends couple, so നമ്മളാദ്യം കുറച്ചാൾ ഫ്രണ്ട്സായിട്ടിരുന്നു. ഇനി ഏതൊരു പോയിന്റ് ഇറ്റ് വാസ് വെരി ഓർഗാനിക് റിലേഷൻഷിപ്പ്. അപ്പം അങ്ങനെ മറ്റേ ഒരു പിറകെ നടന്ന പ്രേമമായിരുന്നു. ചോദ്യം ദിസ് ഈസ് മൈ തേർഡ് ടൈം ഹിയർ, മൂന്നാമത്തെ. അതായത് ഞാനിപ്പം താഴത്തെ ബുക്കിൽ എഴുതിയിരുന്നു ദ എനർജി ഹിയർ ഇസ് അൺമാച്ചബിൾ. അപ്പം എവറി ടൈം ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയാണ് വീണ്ടും ഒരവസരത്തിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പ്രചോദനം തരുന്നത്. ആൻഡ് ആദ്യമായിട്ടാണ് ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ റിലീസാണ്. ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ച് ഇറ്റ്. ഫെബ്രുവരി 28 ഇറങ്ങുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിലൊന്നും പോകേണ്ട, എല്ലാവർക്കും ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? കമ്മിറ്റഡ് ആയവർക്ക് മാത്രമല്ല, നമ്മളൊരു സിംഗിളായി എങ്ങനെയായിരിക്കും. ഹാപ്പി വാലന്റൈൻസ് ഡേ. ലിസി കൊടുക്കുന്ന അഡ്വൈസ് അല്ലേ? അതായത് സ്നേഹിക്കാം, പക്ഷേ ഒരിക്കലും വഞ്ചിക്കരുത്. സ്നേഹിക്കാം. അതേപോലെ തിരിച്ച് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ബൈ ബൈ പറയാം. അത് വാലന്റൈൻസ് ഡേ ആണെങ്കിൽ നോക്കണ്ട, ബൈ പറയാം. അത്രേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഐ ബിലീവ് ഇറ്റ് ഹാപ്പൻ ടു മീ. എന്താ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഹാപ്പൻസ് എല്ലാവരുമായിട്ട്. പറ്റൂല, യു ഹാവ് ടു. ചീറ്റിംഗ് ഒന്നും യു ഹാവ് ടു. എല്ലാവരും റെഡി ആണോ? ഓക്കെ. ഫുഡ് കഴിച്ചിട്ടില്ലാലോ? അതാ ഒരു രാവിലെ എല്ലാവരും കൈ നീട്ടിയുമ്പോൾ പ്രതിജ്ഞ എനിക്ക് കാണുന്നത് നന്നായി. അടുത്ത്, never have I ever broken up with someone over a text. I am judging. I have been broken up over text. Oh, you could read that. Come on. Message ചെയ്ത് ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഓർമ്മയിട്ടല്ല. അടുത്തത്, rejected somebody based on how they look. നിങ്ങളുടെ സ്വന്തം ആൾക്കാരെ നിങ്ങൾ നോ പിന്നെ പറയും. നീരജ് വൈകിയാണ് ചെയ്യുന്നത്. എന്തൊന്നും പറയാത്ത ഓക്കെ ശരി. നിങ്ങളെല്ലാം ഗൂഗിൾ പേ കാണണം. ഇതൊക്കെ ഉള്ള സത്യമാണോ? നീരജ് ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർക്ക് മൈക്ക് കൊടുക്കാമല്ലോ. പ്രശ്നമുണ്ടായിരുന്നു, വളരെ കൈപ്പോയി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മൈക്ക് തരും. ക്ഷണം വേണം, സമയം എടുക്കുന്നു. അതങ്ങനെ വെക്കുക. വിഷ്ണു ചേട്ടൻ നടക്കണം. കരയുന്ന മുന്നിനെ പാലില്ല, പാലുള്ളൂ. പോയി കരയ. ഗൗരി
വിധിയുടെ വിളയാട്ടം പോലെ. ഓക്കെ, നീരജ്, your future love in 2024 that comes up. അതൊന്ന് വായിക്കോ?